വൈറലാവാനും അതുവഴി കിട്ടുന്ന പണം കൊണ്ടും എന്തും കാണിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ചിലര് കുണ്ടി കാണിക്കുന്നു, ചിലര് സാരി ഉടുത്തിട്ട് വയറും ബ്രസ്റ്റിന്റെ ഭാഗവും ഒക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പേ ചിലരുടെ ശരീരഭാഗങ്ങളൊക്കെ അങ്ങ് വളർന്ന് വലുതാകുന്നതൊക്കെ കാണാം. ഇതിനൊക്കെ നേരവും കാലം ഇല്ലടി ഇത് വളരാനെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. അതൊന്നുമില്ല, ഇതൊക്കെ പിന്നെ പണത്തിനനുസരിച്ചാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ ഇപ്പോൾ കണ്ട ഒരു വീഡിയോ, നമ്മുടെ പിണറായിയുടെ മകളുണ്ടല്ലോ, പിണറായിയുടെ മകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ വിജയൻ, തെറ്റിദ്ധരിക്കേണ്ട, വീണ വിജയൻ നല്ലൊരു സ്ത്രീയാണ്, അവരെക്കുറിച്ച് മോശം പറയാനൊന്നുമില്ല. ആരോപണങ്ങൾ വേറെയാണ്, അവരുടെ വ്യക്തിപരമായി അവരെക്കുറിച്ച് ഒരു മോശവും പറയാൻ ഇല്ല എന്നുള്ളതാണ്. അവർ നല്ലൊരു സ്ത്രീയാണ്. അവരെ കുറിച്ചല്ല, പിണറായി വിജയൻ കേരളത്തിന്റെ സ്വന്തം പുത്രിയാണ്, അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് വാനോളം പോയിട്ട് ചേർത്ത് നിർത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. അറിയില്ല, ഫോട്ടോ കണ്ടോളൂ. കണ്ടല്ലോ, ഇതാണ് ആ പെൺകുട്ടി, ഹനാൻ. മീൻ വിറ്റും സ്വന്തം കാലിൽ നിന്ന് യൂണിഫോം ഇട്ട് മീൻ വിറ്റ് നടന്ന ഹനാന്റെ പിന്നെ എന്താ പറയുക, ഫോട്ടോയും ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ കേരളം ഏറ്റെടുക്കുന്നു, ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പുണരലായിരുന്നു ഈ ഹനാനെ. അതിനുശേഷം കുറെ നാള് അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറെ പിന്നെ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഹനാനെ കാണുന്നു. ഇടയ്ക്ക് കാശ് കൂടിയതിന്റെ ഒരു നാണമെന്നറിയില്ല, ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞ് അതെന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ സ്വാതന്ത്ര്യത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല, എന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കുന്നു. ശരിയാണ്, നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് പിന്നാമ്പുറം കാണിച്ച് നാളെ ഇന്ന് ഉമ്മറം കാണിച്ച് നാളെ പിന്നാമ്പുറം കാണിക്കാൻ മടിക്കില്ല എന്ന് പറയുന്നത് പണ്ടാണ്. ഇന്ന് പിന്നാമ്പുറം കാണിച്ചാൽ നാളെ ഉമ്മറവും കാണിക്കാൻ മടിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇപ്പോ വലിയ കുണ്ടി, വലിയ കുഴി, ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ എന്താ പറയുക, ഇതൊക്കെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ സെക്സ് വാർത്ത പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ. പക്ഷേ അതല്ല, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ പൈസയുടെ കുങ്ക് വരുമ്പോൾ അല്ലെങ്കിൽ കാശ് കൂടുമ്പോൾ വസ്ത്രത്തിന്റെ നീളവും ഇതുമൊക്കെ അങ്ങ് കുറയും. ഇപ്പൊ പല ആളുകളെ ഉദ്ഘാടന വേദിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു ഉദ്ഘാടനത്തിന് വീഡിയോ കണ്ടതാണേ. അതില് ഒരു ഉദ്ഘാടനത്തിനെത്തുന്ന ഒരു സ്ഥിരം ഉദ്ഘാടന വേദികളിൽ കാണപ്പെടുന്ന ഒരു ആള്, പിന്നെ അവർ ചെയ്യുന്നത് വയറിന്റെ ഈ ഭാഗം അത്രയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രസ്റ്റും കൂടി കാണാം. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഈ ബാക്ക് കൂടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ചന്തിയുടെ ഭാഗം കൂടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ആ ക്യാമറാമാൻ ക്യാമറയിൽ പകർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ വന്നേക്കുന്ന ക്യാപ്ഷൻ, ആരാധകർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ താരം ചെയ്യുന്നത് കണ്ടോ. ഈ വെയിലിനെ നമ്മുടെ ചന്തിയും ബ്രസ്റ്റും ഒക്കെ വെച്ച് തടയാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കാണുകയും ചെയ്യുന്നത്. എനിക്കൊരു വലിയ അത്ഭുതമായി തോന്നി. ഇപ്പോ ഈ ഹനാൻ കൊച്ചാണെങ്കിൽ പിന്നെ അതിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത്. അതൊന്ന് കണ്ടിട്ട് വരൂ. അപ്പൊ കണ്ടല്ലോ എന്തൊക്കെയാണ് ഈ കാണിച്ച് കൂട്ടുന്നത്. യൂണിഫോം ഇട്ട് തെരുവോരങ്ങളിൽ മീൻ വിറ്റ് നടന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ എന്താ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് പിന്നെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇതിന്റെയൊക്കെ പേരിൽ ഒരു പ്രാവശ്യം കുറേ സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ നടന്നതാണ്. ഈ തുണി ഇടുന്നതിന്റെയൊക്കെ പേരിൽ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. എത്രത്തോളം എന്താ പറയുക, ഡ്രസ്സിന്റെ നീളം കുറയുമോ അത്രത്തോളം സ്വാതന്ത്ര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഡ്രസ്സിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. പിണറായി ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയാലേ സ്വാതന്ത്ര്യം ഉണ്ടാവൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ തുണിയുടെ നീളം കുറയുന്നിടത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. തുണിയുടെ നീളം എത്രത്തോളം കുറഞ്ഞു വരുമോ അവിടെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരുപാട് മഹത്തായ സ്ത്രീ രത്നങ്ങൾ നമുക്കിടയിലുണ്ട്. അവരൊക്കെ ഡ്രസ്സിന്റെ നീളം കുറച്ചും പിന്നെ എന്താ പറയുക, പല സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു ഒന്നുമല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് എന്നുള്ളതാണ്. അതുപോലെ സമൂഹത്തിന്റെ വലിയ വലിയ നിലകളിലെത്തിയ ഒരുപാട് ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവരൊന്നും തുണിയുടെ നീളം കുറച്ചുകൊണ്ടുള്ള ഇതിന്റെ ഒക്കെ ഒരു മാനദണ്ഡമുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഇപ്പൊ റിനിയൊക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ വീട്ടിലിരുത്തിയ മാങ്ങയുടെ രുചിയൊക്കെ ഇപ്പൊ തീർന്നു, ഇനി വേറെ വല്ലതിൽ നോക്കാം
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപഹാസ്യപൂർവമായി ഈ ഇടുന്ന റിനിയുടെയൊക്കെ വീഡിയോ ഇടയ്ക്ക് ഇത്തരത്തിൽ ഈ റിനി വൈറലായതിനു ശേഷം റിനിയുടെയും ഇതുപോലെ പല സ്ഥലങ്ങളിലെയും ഡ്രസ്സിൻ്റെയൊക്കെ എന്താ പറയുക, ഒന്നുകിൽ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ നീളം കുറവായിരിക്കും, അല്ലെങ്കിൽ താഴോട്ടുള്ളതിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ നീളം കുറയ്ക്കുന്നതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കുന്ന കുറെ ഊളകളുണ്ട് നമ്മുടെ കേരളത്തിൽ. വൈറലാകാനും ഇന്റർവ്യൂ എന്താ പറയുക ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുവാനും ഡ്രസ്സിന്റെ നീളക്കുറവാണ് ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളതാണ്. നമ്മൾ മഞ്ജു വാര്യരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഉദ്ഘാടനങ്ങൾ അവർ ചെയ്ത മൈജിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അവർ പോകുന്നത് കണ്ട് എന്ത് നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് എന്ത് മാന്യമായിട്ടാണ് അവരെ ആരും വിളിക്കുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു പെർഫെക്റ്റ് ലേഡിയാണ്. എൻ്റെയൊക്കെ കണ്ണിൽ അവരൊരു പെർഫെക്റ്റ് ലേഡിയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ട് പോലും അത് ഭയങ്കര വൈറലാക്കി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുടുംബജീവിതങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ആ യൂട്യൂബ് ചാനലൊക്കെ ലക്ഷങ്ങളും കോടികളും അതിൽ നിന്ന് പാരാം. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു പ്രശ്നം അതെന്റെ സ്വകാര്യതയാണ്, അത് നാട്ടുകാർക്കിട്ട് വിളമ്പാനുള്ള സാധനമല്ല. അത് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വകാര്യതയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുന്നുണ്ട്, എന്റെ സ്വകാര്യതയെ മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരും തമ്മിലുള്ള ഇത് മൂന്നാമതൊരാൾ അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് എന്ത് മാന്യമായി പറഞ്ഞവരത് തീർത്തു എന്നുള്ളതാണ്. അതുപോലെ പല നടികളെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരോടൊക്കെ പഴയ നടി പാർവതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാണ്, അന്നും ഇന്നും എല്ലാ കാലത്തും. ജയറാമിന്റെ ഭാര്യ പാർവതിയൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന സ്ത്രീകൾ. അവർക്കൊക്കെ വൈറലാകണമെങ്കിൽ ഏതെല്ലാം രീതിയിൽ വൈറലാകാം. ഇപ്പോ ഈ പുതുതലമുറ കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വൈറലാകണമെങ്കിൽ ഒന്നുകിൽ ഒരു ലൈംഗിക ആരോപണം, അതുവഴി നിങ്ങളെ കുറെ ആളുകൾ ഇന്റർവ്യൂ എടുക്കും, കുറെ ആളുകൾ നിങ്ങളുടെ പുറകെ നടക്കും, എന്താ പറയുക കുറെ ആളുകൾ അതുവഴി നിങ്ങൾക്ക് ഒന്നുകിൽ ബിഗ് ബോസിൽ കയറാം, അല്ലെങ്കിൽ മറ്റ് വഴികൾ സിനിമയിലോ അങ്ങനെയൊക്കെ എൻട്രി കിട്ടും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂ ജെൻ പെൺപിള്ളേരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തുണിയുടെ നീളം കുറയ്ക്കുക എന്നുള്ളതാണ്. തുണിയുടെ നീളം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം കുറച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കേണ്ടതൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇന്റർവ്യൂസ് വേണമെങ്കിൽ കിട്ടും. ഇന്റർവ്യൂ ചെയ്യുന്ന എത്ര ഉദ്ഘാടനം വേണമെങ്കിലും കിട്ടും. ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു പലരുമായിരിക്കും. ഒരു കട ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഐശ്വര്യമുള്ള മറ്റാരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് വരുന്ന മറ്റാരെങ്കിലും ആയിരിക്കും. ഇതിനെയൊക്കെ വിളിക്കുന്നത് ഒരു കെട്ടുകാഴ്ചയായിട്ടാണ്. അതായത് 10 ആളെ കൂട്ടണം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ചന്തിയുടെ വലിപ്പവും ബ്രസ്റ്റിന്റെ വലിപ്പവും ഒക്കെ കണ്ടുകൊണ്ട് കുറെ എണ്ണം വലിഞ്ഞു കയറി വരും. അതിൻ്റെയൊക്കെ ആളുകളുടെ എണ്ണം കൂട്ടാനാണ് ഇത്തരത്തിൽ ഈ ഡ്രസ്സിന്റെയും ഇതിന്റെയൊക്കെ നീളവും ഈ കുറെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നത്. സത്യത്തിൽ ഇതൊക്കെ നമുക്ക് തന്നെ ഈ പണം വരുമ്പോ കാശ് കൂടുമ്പോ തുണിയുടെ നീളം കുറയുന്നത് അത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നതിന്റെയൊക്കെ ചെപ്പാകുറ്റി അടിച്ച് നീരാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.